ഒഡീഷ സ്വദേശിനി ട്രെയിനിൽ പ്രസവിച്ചിരിക്കുന്നു. ടാറ്റാനഗർ എക്സ്പ്രസിൽ ഭർത്താവിനോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. ആലുവയിൽ എത്തിയതോടെ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സജു ദേവസ്യ ചേരുന്നുണ്ട്. സജു ദേവസ്യ, പ്രസവ തീയതി അടുത്ത സമയത്തായിരുന്നു ഈ യാത്ര. അമ്മയും കുഞ്ഞും സുഖമാണല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ആദ്യമേ തന്നെ പറയാം, ആശ്വാസകരവും സന്തോഷകരവുമായ കാര്യം, അമ്മയും കുഞ്ഞും സുരക്ഷിതരാണ്. അവർ ആരോഗ്യത്തോടു കൂടി തന്നെ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. അക്കാര്യത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഭർത്താവിനൊപ്പമാണ് യുവതി. ഒഡീഷ സ്വദേശികളാണ്. അവർ കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഭർത്താവ് കേരളത്തിൽ തൊഴിലാളിയാണ്. അങ്ങനെ ടാറ്റാനഗർ എക്സ്പ്രസിൽ അവർ യാത്ര ചെയ്യുകയായിരുന്നു. ഈ ഡേറ്റ്, പ്രസവ തീയതി അടുത്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടെ പിന്നാലെ ഇവർക്ക് അസ്വസ്ഥതയുണ്ടായി. ട്രെയിനിൽ വെച്ച് തന്നെ പ്രസവം സംഭവിച്ചു. തൊട്ടടുത്ത സ്റ്റേഷൻ എന്നത് യഥാർത്ഥത്തിൽ ആലുവയാണ്. അവിടെ എത്തി പുറത്തേക്ക് ഇറങ്ങി. അതിനകം തന്നെ വിവരം കൈമാറിയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. അവിടെ നിന്ന് അവർ ജില്ലാ ആശുപത്രി അധികൃതരെ വിവരം അറിയിച്ചു. അവിടെ നിന്ന് അപ്പോൾ തന്നെ വളരെ വേഗത്തിൽ തന്നെ ആ ഇടപെടൽ ഉണ്ടായി. അതും വളരെ ആശ്വാസകരമായ കാര്യം, സന്തോഷകരമായ കാര്യം എടുത്തു പറയുന്നു. അവർ അവിടെ എത്തി അമ്മയെയും കുഞ്ഞിനെയും വളരെ വേഗത്തിൽ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ പ്രാഥമിക പരിചരണം അവിടെ വെച്ച് തന്നെ നൽകുകയാണ് ചെയ്തത്. അതായത് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ പ്രാഥമിക പരിചരണം നൽകി അതിനുശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മറ്റ് ഭർത്താവും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ അവരോടൊപ്പം യാത്ര ചെയ്തിരുന്നു. മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. വളരെ വേഗത്തിൽ തന്നെ, അതായത് ട്രെയിനിൽ വെച്ച് തന്നെ പെട്ടെന്ന് അസ്വസ്ഥത ഉണ്ടാവുകയായിരുന്നു. പിന്നീട് പ്രസവം സംഭവിച്ചു. അതിന് പിന്നാലെ തൊട്ടടുത്ത സ്റ്റേഷൻ എന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ തന്നെ ഈ വിവരം കൈമാറി എന്നാണ് റെയിൽവേ അധികൃതരും അറിയിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പിന്നീട് അവിടെ വെച്ച് തന്നെ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ പ്രഥമ പരിചരണം കൊടുത്ത് വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. സന്തോഷ പുലരി എന്ന് പറയാം. പുലർച്ചയോടുകൂടി യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ. സന്തോഷകരമായ കാര്യം. മറ്റെന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങളും സന്തോഷം സജോ, അമ്മയും കുഞ്ഞും ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു മുത്തശ്ശിമാരൊക്കെ, ഞാനേ നെല്ല് കുത്താൻ പോകുന്നതിന്റെ വഴിക്ക് അങ്ങോട്ട് കയറി അവിടെ ചാത്തന്റെ പുരയില് അല്ലെങ്കിൽ നായരുടെ പുരയില് അല്ലെങ്കിൽ ഈ പറയുന്ന തൊമ്മിയുടെ പുരയിൽ പോയിട്ട് ഒന്ന് പ്രസവിച്ചു. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ പണിക്ക് പോയെന്നേ എന്ന് പറയുന്ന വല്യമ്മച്ചുമാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അക്കാലത്ത് അതായിരുന്നു സാഹചര്യം. പക്ഷേ നമുക്കത് ചെയ്യാൻ കഴിയില്ല. അന്നത്തെ കാലത്ത് ഇൻഫന്റ് മോർട്ടാലിറ്റി ഉയർന്നു തന്നെയായിരുന്നു, ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. കേരളം അതിൽ മുൻപന്തിയിലുമാണ്. അപ്പോൾ എന്തായാലും ഒഡീഷയിൽ നിന്ന് വന്ന അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ടാറ്റാനഗറിലാണ്. ഇനി ആ കുഞ്ഞിൻ്റെ പേര് എങ്ങനെ ഇടും എന്നുള്ളതായിരിക്കും അല്ലേ ഒരു സമയത്ത്. റെയിൽവേ ഒക്കെ പണ്ട് കാലത്ത് നമ്മൾ പറയുമായിരുന്നു, വിമാനത്തിൽ ഇരുന്ന് പ്രസവിച്ചാൽ പിന്നീടുള്ള വിമാനയാത്രയൊക്കെ ആ കുട്ടിക്ക് ഫ്രീ ആവുമായിരുന്നു. പണ്ട് കാലത്ത് കുട്ടിക്കാലത്ത് കേട്ടിരുന്ന ചോദ്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ചില വിമാന കമ്പനികളൊക്കെ അങ്ങനെ ചില ഓഫറുകളൊക്കെ വെച്ചിരുന്നു. പക്ഷേ അത് ആരും പ്രോത്സാഹിപ്പിക്കില്ല കേട്ടു. പ്രത്യേകിച്ച് വിമാനത്തിൽ വെച്ച് പ്രസവിക്കാനുള്ള സാഹചര്യം ഒരു വിമാന കമ്പനിയും ഒരുക്കില്ല. കാര്യം അത്യന്തം അപകടകരമായ സാഹചര്യമാണ്. അതുകൊണ്ട് പ്രസവത്തിൻ്റെ തീയതി നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ അതിനൊക്കെ സ്കാനിംഗ് എല്ലാം പൂർത്തിയാക്കി വേണം യാത്ര ചെയ്യാൻ. കാര്യം ഇത് എന്തായാലും ആ കുഞ്ഞും അമ്മയും സുരക്ഷിതമായിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം.